ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഒരു കാര്യമുണ്ട്. സഞ്ജു സാംസണും സൂര്യകുമാർ യാദവിനും ഇനി ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ ഒരു പൊസിഷൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായൊരു ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കുക എന്നത് ഇനി രണ്ടുപേർക്കും ഒരു സ്വപ്നം മാത്രമായിരിക്കും. ഗംഭീറിന്റെ തീരുമാനങ്ങൾ അതുപോലെയാണ്. ഗംഭീറിന് പ്രിയപ്പെട്ട പലരും അവിടെ ഉള്ളിടത്തോളം കാലം സഞ്ജു സാംസൺ ആ നിലയിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും പരിതാപകരം സഞ്ജുവിന്റെ കാര്യം തന്നെയാണ്. ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാവും, എന്നാൽ കളിക്കാൻ അവസരം കിട്ടുക വളരെ വിരളമായിരിക്കും. സഞ്ജുവിനെക്കാളും ഇപ്പോൾ ഗൗതം ഗംഭീറിന് ഇഷ്ടം ജിതേഷ് ശർമ്മയാണ്. അതെ, ബാറ്റിംഗിലും കീപ്പിംഗിലായാലും ജിതേഷ് ശർമ്മ വളരെ മികച്ച ഫോമിലാണ്. ഇനി ജിതേഷ് ശർമ്മയ്ക്ക് വല്ല പരിക്കും പറ്റിയ ഒരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാലോ? അങ്ങോട്ട് ധ്രുവ് ജുവൽ കടന്നു വരും. അവിടെയും ഗൗതം ഗംഭീറിന് പ്രിയപുത്രന്മാരേറെ. സഞ്ജു പിന്നെയും പുറകോട്ട് മാറി നിൽക്കേണ്ടി വരും. അതെ, മറ്റാര് വന്നാലും താൻ പുറകോട്ട് മാറി നിൽക്കുക, ചവിട്ടി താഴ്ത്തുക എന്നതൊരു ശീലമാണല്ലോ. വിക്കറ്റ് കീപ്പർ സ്ഥാനം ഒഴിവാക്കി ഇനി ഓപ്പണിംഗ് ചിന്തിച്ചു നോക്കിയാലോ? ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരൻ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20 ഫോം വീണ്ടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെ, സഞ്ജു ഇനി ആ ഓപ്പണിംഗ് പൊസിഷൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇന്നും കൂടെ ഗിൽ ചെറിയ സ്കോറിൽ പോയിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയെങ്കിലും വെക്കാമായിരുന്നു. പക്ഷേ ഇനി അത് നോക്കണ്ട. ഇനി പരിക്ക് കാരണം ഗിൽ പുറത്തിരുന്നാലോ? യശസ്വിനി ജയ്സ്വാൾ മികച്ച ഫോമിലാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും ODIയിലുമൊക്കെ തകർത്തു വാരുകയാണ് ജയ്സ്വാൾ. അതുകൊണ്ട് സഞ്ജുവിന് പകരം ജയ്സ്വാൾ ആയിരിക്കും ഗൗതം ഗംഭീറിന്റെ ആദ്യത്തെ ചോയ്സ്. ചുരുക്കി പറഞ്ഞാൽ സഞ്ജു സാംസണ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സ്ഥിര സാന്നിധ്യം പ്രതീക്ഷിക്കേണ്ട എന്ന്. ആഭ്യന്തര ക്രിക്കറ്റിലെയും IPLയിലെയും ഒക്കെ ഫോം നോക്കിയിട്ടാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുമെങ്കിലും അത് പറച്ചിലിൽ മാത്രമായി ഒതുങ്ങിയിട്ട് കാലങ്ങളായി. ഇതേ അവസ്ഥയാണ് സൂര്യകുമാർ യാദവിനും സംഭവിക്കാൻ പോകുന്നത്. വൺ ഡൗൺ പൊസിഷൻ എന്നത് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണശാലയാണ്. കാലങ്ങളായി വിരാട് കോഹ്ലി അടക്കി വാണിരുന്നൊരു പൊസിഷൻ. എന്നാൽ കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് ശേഷം അങ്ങോട്ടൊരു സ്ഥിരം ബാറ്റർ വന്നിട്ടില്ല. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു ആ പൊസിഷനിൽ കൂടുതലായി കളിച്ചിരുന്നത്. എന്നാൽ കുറച്ചു കാലങ്ങളായി ഗംഭീറിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് ഈ മൂന്നാം നമ്പർ പൊസിഷൻ. 6ാം നമ്പറിലും 7ാം നമ്പറിലും ഇറങ്ങി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അക്സർ പട്ടേൽ വരെ 3ാം നമ്പറിൽ വന്ന് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, ധ്രുവ് ജുവൽ, ശിവൻ ദൂബെ അങ്ങനെ പലരും ആ പൊസിഷനിൽ മാറി മാറി വന്നു. സൂര്യകുമാർ യാദവ് ആകട്ടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത്ര നല്ല ഫോമിലല്ല. അവസാനത്തെ 5 T20 മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 26, 20, 12, 5, 12 ഇവയാണ് സൂര്യയുടെ സ്കോറുകൾ. ഗ്രാഫ് കുത്തനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സൂര്യകുമാർ യാദവിന് 2026 T20 വേൾഡ് കപ്പ് വരെ അവസരം നൽകുമായിരിക്കും. അതിനുള്ളിൽ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സൂര്യാസ്തമയമായിരിക്കും. പറഞ്ഞതിന്റെ ആകെ ചുരുക്കം ഇതാണ്. ഗംഭീറിന്റെ കീഴിൽ സഞ്ജുവിനും സൂര്യയ്ക്കും ഇനി അധികം നാളുകളില്ല. ഇനി മറിച്ചാവണമെന്നാണെങ്കിൽ ഇന്ത്യൻ കോച്ചായി മറ്റാരെങ്കിലും വരണം. അങ്ങനെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസണ് ശാപമോക്ഷം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ സലാം.